കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നരൂട്ടോയും ജിറായയും ലീഫ് വില്ലേജ് വിട്ട് പുറത്തു പോകുന്നിടത്താണ്. നരൂട്ടോ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും, കാരണം സാസ്കെ ആയിട്ട് തോറ്റുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ സാസ്കെ പോയത്. ഇൻ കേസ് ആ ഫൈറ്റിൽ സാസ്കെ ആയിട്ട് നരൂട്ടോ ജയിച്ചിട്ടുണ്ടെങ്കിൽ സാസ്കെ മേ ബി പോവില്ലായിരുന്നു. ഇപ്പൊ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് നരൂട്ടോ ജിറായുടെ കൂടെ പോകുമ്പോൾ നരൂട്ടോക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ആ കാര്യത്തില്. ആൻഡ് 2 വർഷം കഴിഞ്ഞ് ജിറായുടെ കൂടെ ഹാർഡ് ട്രെയിനിങ് എല്ലാം ചെയ്ത് തിരിച്ചു വന്നപ്പോ എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാവും. സുനാദയും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. ഭയങ്കര ഹാപ്പി ആയതിനു പുറമെ അവൾക്ക് ഭയങ്കര ഈഗർ ആയിരിക്കും നരൂട്ടോ എന്തെല്ലാം ട്രെയിനിൽ അച്ചീവ് ചെയ്തെന്ന് കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഈഗർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സക്കുറയും നരൂട്ടോയും കക്കാഷി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചലഞ്ച് വെക്കും. ആൻഡ് എന്തിനാണ് ഇത്ര അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ വില്ലേജിലും അക്കാട്സുക്കി ഗാങ്സ് വന്നിട്ട് അവിടെ ഒരു ഡേഞ്ചർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും എല്ലാ വില്ലേജസിനും. ആൻഡ് അക്കാട്സുക്കി ഗ്രൂപ്പ് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എസ് റാങ്ക് കാറ്റഗറിയിൽ വരും. ആൻഡ് അതിന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ഇറ്റാച്ചി ഉച്ചിയ. ആൻഡ് ഈ ഇറ്റാച്ചിയാണ് സാസ്കയുടെ ബ്രദർ എന്നല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ അക്കാട്സുക്കി മെമ്പേഴ്സിന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇത്രത്തോളം അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ടൈൽസ് ഉള്ള ആളുകളുടെ പിന്നാലെയാണ്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നരൂട്ടോയുടെ 9 ടൈൽസും അതുപോലെ ഗാറയുടെ 1 ടൈൽ എല്ലാം കണ്ടിട്ടായിരുന്നു. ആൻഡ് ഇതിൽ ഏറ്റവും വീക്കർ ആയിട്ടുള്ള 1 ടൈൽ ആയതുകൊണ്ട് ആൻഡ് ആ 1 ടൈൽ ഗാറയുടെ അടുത്തും ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പത്തെ ആദ്യത്തെ ഇതായിരിക്കും ടാർഗറ്റ് ആയിരിക്കും ഗാറ. ആൻഡ് ഗാറയെ പിടിക്കാൻ വേണ്ടി 2 അക്കാട്സുക്കി മെമ്പേഴ്സ് ഓൾറെഡി സാൻഡ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് സീൻ കട്ട് ചെയ്ത് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ കക്കാഷിയുടെ അടുത്ത് നരൂട്ടോയും സാക്കുറയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കായിരിക്കും. ആൻഡ് ഇപ്രാവശ്യം ഫൈറ്റില് കക്കാഷി ഇവരുടെ രണ്ടുപേരുടെ സെൻസെ ആണെങ്കിൽ പോലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഈവൻ ഷാരിംഗൺ പോലും യൂസ് ചെയ്തിട്ടും 1 സൈഡ് വിൻ ചെയ്യാൻ വേണ്ടിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. നരൂട്ടോയും സക്കുറയും രണ്ടുപേരും 2 ലെജൻഡറി സാനിന്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരിപ്പോ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. നരൂട്ടോ എങ്ങനെയാണോ ജിറായുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്തത് അതുപോലെ തന്നെ സുനാദയുടെ അണ്ടറിലായിരുന്നു സക്കുറ ട്രെയിൻ ചെയ്തത്. ആൻഡ് വിധി എന്ന് പറഞ്ഞ പോലെ സാസ്കയും അവിടെ ഒരു ലെജൻഡറി സാനിന്റെ അണ്ടറിൽ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്, ഒറോച്ചിമാറുവിന്റെ അണ്ടറിൽ. ആൻഡ് ഇതിനുശേഷം ഇവർ 3 പേരുള്ള ഫൈറ്റ് കുറെ നേരം നടന്നുകൊണ്ടിരിക്കും. ഇൻഫാക്ട് രാവിലെ നിന്ന് രാത്രി വരെ ആവും. ആൻഡ് അവസാനം എന്താ ഉണ്ടാവും അറിയോ? കക്കാഷി തോറ്റുപോകും. കക്കാഷി ഒരു ബുക്ക് പഠിക്കാൻ വേണ്ടിയിരിക്കും. ആൻഡ് ഈ ബുക്ക് പഠിക്കുന്ന ഗ്യാപ്പിൽ ഇവർ രണ്ടുപേരും ഇയാളെ തോൽപ്പിക്കും. ആൻഡ് ഒരു ബുക്ക് പഠിക്കുന്നതുകൊണ്ടൊക്കെ തോൽക്കുന്ന ഒരു സെൻസ് അതായിട്ട് കാണായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ സാൻ വില്ലേജിൽ ഗാറയും അക്കാട്സുക്കി മെമ്പേഴ്സും ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും. ഡെയ്ഡാറ വേഴ്സസ് ഗാറ എന്നുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇനി രണ്ടാമത് വന്ന മെമ്പർ അപ്പുറത്ത് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ വില്ലേജിന്റെ ഒരു ബോർഡറിൽ നിൽക്കുകയായിരിക്കും. ആൻഡ് ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ലീഡ് ചെയ്യുന്നത് ഗാറയാണെങ്കിൽ പോലും ആ വില്ലേജിനെ രക്ഷിക്കണം എന്നുള്ള ഒരു സ്ട്രഗിളിങ് വരുമ്പോൾ അവിടെ ഗാറയെ ഇവർ കിഡ്നാപ്പ് ചെയ്യും. ആൻഡ് ഇവര് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ പിന്നാലെ തന്നെ ഗാറയുടെ ബ്രദറും അവരെ പിന്നാലെ തന്നെ പോകും. ആൻഡ് പിന്നാലെ പോകുന്നതിന് എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം രണ്ടാമത്തെ അക്കാട്സുക്കി മെമ്പേഴ്സ് ഇവനെ പോയിസൺ ചെയ്യും. ഇൻഫാക്ട് മരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ഈ രണ്ടാമത്തെ അക്കാട്സുക്കി മെമ്പറിന്റെ പേരായിരിക്കും സാസൂരി. ആൻഡ് ഇവർ രണ്ടുപേരും സാൻഡ് വില്ലേജ് അറ്റാക്ക് ചെയ്ത കാര്യം ലീഫ് വില്ലേജിൽ എത്തും. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും ഇങ്ങനെ അക്കാട്സുക്കി മെമ്പേഴ്സിനായിട്ടുള്ള ഒരു അറ്റാക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം എത്രയും നേരം മിണ്ടാണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടീം 7 വീണ്ടും ഫോം ചെയ്തിട്ട് സാൻഡ് വില്ലേജിലോട്ട് അയക്കാൻ നോക്കും. ആൻഡ് ഓൾറെഡി ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവര് അവിടുന്ന് ലീഫ് വില്ലേജിൽ നിന്ന് സാൻഡൽ വില്ലേജ് എത്തിയെങ്കിൽ പോലും ഇയാൾ ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിരുന്നു. പക്ഷെ സനാദെ പഠിപ്പിച്ചു കൊടുത്ത മെഡിക്കൽ ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് സക്കുറ ഇയാളെ ഹീൽ ചെയ്യും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗാറയെ കാണിക്കും. ഗാറയുടെ ഉള്ളിലുള്ള ടെയിൽ ബീസ്റ്റിനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. യൂസിങ് സം കൈൻഡ് ഓഫ് ഒരു സ്റ്റാച്ചു വെച്ചിട്ട് അവന്റെ ഉള്ളിലുള്ള ടെയിൽ ബീസ്റ്റിനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗാറയെ രക്ഷിക്കാൻ വേണ്ടി ടീം 7 ഒപ്പം ഈ ഗ്രാനിയും സാൻഡ് വില്ലേജിൽ നിന്ന് പുറപ്പെടും. ആൻഡ് കക്കാഷി ഇവന്റെ പട്ടികളെ വെച്ചിട്ട് കക്കാഷിയുടെ പട്ടികൾ വെച്ചിട്ട് ഇവരുടെ ഹൈഡ് ഔട്ട് എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങോട്ട് ടീം 7 മെമ്പേഴ്സ് എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങും. ആൻഡ് ലീഫ് വില്ലേജിലും ഇവരുടെ ഹൈഡ് ഔട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ലീഫ് വില്ലേജിൽ നിന്നും ഷിനോബീസിനെ അയക്കും. ആൻഡ് ഷിനോബീസ് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റ് ഗൈന്റെ ടീം ആയിരിക്കും. ആൻഡ് ഇങ്ങനെ 2 ടീം അവരെ എതിർക്കാൻ വേണ്ടി വരുന്നുള്ള കാര്യം അക്കാട്സുക്കി മെമ്പേഴ്സിന് മനസ്സിലാവും. ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ 2 മെമ്പേഴ്സിനെ ഇവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കാട്സുക്കി മെമ്പേഴ്സ് അയക്കും. 2 ടീം ആ 2 ടീമിനെ എതിർക്കാൻ വേണ്ടി ജസ്റ്റ് 2 പേര് അത്രേ അയക്കുന്നുള്ളൂ. നരൂട്ടോ ടീമിനെ എതിർക്കാൻ വേണ്ടി അയക്കുന്നതായിരിക്കും ഇറ്റാച്ചിയെ. ആൻഡ് മൈറ്റ് ഗൈഡ് ടീമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കിസാമയെ അയച്ചിട്ടുണ്ടാവും അവര്. ആൻഡ് ഈ 2 ടീം ഇവരെ ഈസി ആയിട്ട് തോൽപ്പിക്കും. പക്ഷെ ഈസി ആയിട്ട് തോൽപ്പിച്ചപ്പോഴായിരിക്കും അവർക്ക് കാര്യം മനസ്സിലാവുക. ഗസ് വാട്ട്, ഇവർ 2 പേരും ശരിക്കുള്ള ഇറ്റാച്ചിയും കിസാമയും എല്ലാം എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവും. ഇറ്റാച്ചിയും കിസാമയും 2 പേരും അവരുടെ ഒരു ജുറ്റ്സ് യൂസ് ചെയ്തിട്ട് സാൻ വില്ലേജിലെ 2 പേര് വെച്ചിട്ടായിരുന്നു ഇത്രയും നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അക്കാട്സുക്കി മെമ്പേഴ്സിന്റെ മോട്ടീവ് ഇപ്പൊ ഇവരെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, കുറച്ച് ടൈം എടുക്കുക എന്നുള്ളതാണ്. ഇവരുടെ എല്ലാവരുടെയും മെയിൻ ഫോക്കസ് ഗാറയുടെ അടുത്ത് നിന്ന് ടെയിൽ ബീസ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ്. അതിന് ടൈം വേണം. ആ ടൈമിന് വേണ്ടിയിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് കാണിക്കും മൈറ്റ് ഗൈഡ് ടീം നേരെ ഹൈഡ് ഔട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം ഗാറയുടെ ഉള്ളിൽ നിന്ന് ഓൾറെഡി ആ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ്
കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഗാറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാറ മരിച്ചിട്ടുണ്ടാവും എക്സ്ട്രാക്ഷൻ കാരണം തന്നെ. ആൻഡ് ഈ ടൈം കൊണ്ട് തന്നെ ടീം 7 അവിടെ എത്തിയിട്ടുണ്ടാവും. സോ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഹൈഡ് ഔട്ടിന്റെ ഉള്ളിലോട്ട് കയറാനുള്ള ഒരു പ്ലാൻ ചെയ്യും. കാരണം ഈ ഹൈഡ് ഔട്ട് എല്ലാം സ്ലിപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ സ്ലിപ്പ് കാരണം തന്നെ ഒരു ബാരിയർ ഹൈഡ് ഔട്ടിന് ചുറ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ട് ടീമായി പിരിഞ്ഞ് ഈ സ്ലിപ്സ് എല്ലാം ഒരുമിച്ച് ഇല്ലാണ്ടാക്കണം. സോ മൈറ്റ് ഗൈഡ് ടീം ആ സ്ലിപ്സിനെ നോക്കി പോകും. ആൻഡ് ഇവിടെ ടീം 7 അക്കാറ്റ്സുക്കി മെമ്പേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ബിസി ആയിരിക്കും. ആൻഡ് ഫൈറ്റ് ചെയ്യുന്നത് ദായ്ദാറ ആൻഡ് സാസൂരിയായിട്ടായിരിക്കും. കാരണം ഇവർ രണ്ടുപേരായിരിക്കും ഇവിടെ ഫിസിക്കലി പ്രസന്റ്. ബാക്കിയുള്ളവരെല്ലാവരും സം കൈൻഡ് ഓഫ് ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ പ്രസന്റ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇതിനുശേഷം ടീം 7 ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇൻ സം ഹോപ്പിൽ ഗാര എങ്ങനെയും രക്ഷിക്കാന്നുള്ള ഹോപ്പിൽ അവരായിട്ട് ഫൈറ്റ് ചെയ്യും. ആദ്യമൊക്കെ അവര് തോൽക്കുന്ന പോലെ കാണിച്ചെങ്കിലും അവസാനം ടീം 7 മൊത്തത്തിൽ ജയിക്കും. അതെ, അവിടെ ഉണ്ടായിരുന്നതിൽ ജയിക്കും. പക്ഷെ ഈ ഫൈറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരും. ഈ ഫൈറ്റിലായിരിക്കും നമുക്ക് സാസൂരിയുടെ ശരിക്കുള്ള മുഖം എങ്ങനെയാണെന്ന് കാണിക്കുക. ആൻഡ് നമുക്ക് കക്കാഷി മാങ്കക്കോ ഷാരിംഗൺ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണിക്കും. കക്കാഷി എത്രത്തോളം പവർഫുൾ ആണെന്നും കാണിക്കും. ആൻഡ് അതിന് ശേഷം ഇവർ രണ്ടുപേരും ഈ അക്കാറ്റ്സുക്കി മെമ്പേഴ്സ് രണ്ടുപേരും മരിക്കും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നാരൂട്ടോയുടെ 9 tail ഗ്ലോ ഫോം നമുക്ക് ഈ ഫൈറ്റിലാണ് കാണിക്കുക. ആൻഡ് ഈ ഫോം ഭയങ്കര കിടിലനായിട്ടുള്ള ഒരു ഫോം ആയിരുന്നു. അനിമേഷൻ കണ്ടവർക്ക് അറിയാം, നല്ല കിടിലനായിട്ടുള്ള ഒരു ഫോമാണ്. ഗൂസ് ബംസ് ഗ്യാരണ്ടീഡ്. ആൻഡ് ഇവർ രണ്ടുപേരെയും തോൽപ്പിച്ചതിന് ശേഷം നാരൂട്ടെ ഒന്ന് ശാന്തമായതിനു ശേഷം നമുക്ക് കാണിക്കുന്നത് ഗാറയാണ്. ആൻഡ് ഗാറയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവും. ബട്ട് ഈ ഗ്രാനിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഗ്രാനി അവളുടെ തന്നെ ജീവൻ കൊടുത്തിട്ട് ഗാറ അവളെ രക്ഷിക്കും. ആ ഗ്രാനി അവളുടെ തന്നെ മൊത്തം ചക്രാസ് യൂസ് ചെയ്തിട്ട് രക്ഷിച്ചോണ്ട് തന്നെ അവള് മരിച്ചു പോവും. പക്ഷെ ഇവിടെ നമുക്ക് റിവീൽ ആവും എന്താന്ന് വെച്ചാൽ സാസുരി ഓൾറെഡി മരിച്ചിട്ടുണ്ട്. പക്ഷെ ദെയ്താറ എപ്പോഴും മരിച്ചിട്ടുണ്ടാവില്ല, ദെയ്താറ ജീവനോടെ ഉണ്ടാവും. ആൻഡ് ഇതോടെ ഈ ഫൈറ്റ് ഇവിടെ അവസാനിക്കും. എല്ലാവരും അവരുടെ വില്ലേജിലോട്ട് പിന്നെയും പോകും. ആൻഡ് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നരൂട്ടോ ആദ്യമൊക്കെ കാണാത്തവരെ പിന്നെ അവരുടെ അടുത്ത് പോയി കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴായിരിക്കും ടീം 7 പുതിയൊരു മിഷൻ കിട്ടുക. ആൻഡ് മിഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാസൂരി ഇല്ലേ, മരിച്ച സാസൂരി ഉറൂച്ചിമാറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ സാസൂരിയായിട്ട് വേഷം മാറിയിട്ട് ഉറൂച്ചിമാരുടെ അടുത്ത് പോകാനായിരിക്കും അവർ പ്ലാൻ ചെയ്യുക. കാരണം നരൂട്ടോക്ക് എങ്ങനെയും സാസ്കയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് ആയിരിക്കും. കാരണം സാസ്കെ ഇപ്പോഴും ഉറൂച്ചിമാറുവിന്റെ കയ്യിലല്ലേ, അതുകൊണ്ട് തന്നെ ഇവര് പോകാൻ വേണ്ടി തയ്യാറെടുക്കും. ടീമിൽ രണ്ടുപേര് അഡീഷണൽ ആയിട്ട് ജോയിൻ ആവും. കാരണം ഉറൂച്ചിമാറുമായിട്ട് ഒരു ബാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചർ ആണ്. ആൻഡ് ഇവർ രണ്ടുപേരുടെയും പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പേരായിരിക്കും സായി ആൻഡ് ഇവന്റെ പേരാണ് യമാട്ടോ. ആൻഡ് ഇവരെല്ലാരും ഉറൂച്ചിമാറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഉറൂച്ചിമാറുമായിട്ട് എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യണം എന്ന് ആദ്യം ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ആ പ്ലാനുകളൊന്നും കാര്യമായിട്ട് വർക്ക് ആവില്ല. ആൻഡ് ഈ ഫൈറ്റിന്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് നരൂട്ടോന്റെ ബോഡി ഫുൾ ആയിട്ട് 9 tails കൺട്രോൾ ചെയ്യുന്നത് കാണിക്കുക. ഇൻഫാക്ട് നരൂട്ടോന്റെ ബോഡി ഫുൾ ആയിട്ട് 9 tails കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ 4 tails പുറത്തു വന്നുകൊണ്ടുണ്ടാവും. ആൻഡ് ജസ്റ്റ് ഉറൂച്ചിമാറുവിന് മാത്രമായിരിക്കത്തില്ല ഭീഷണി, അവിടെ ഉണ്ടായിരുന്ന യമാട്ടോ, സക്കൂറ എല്ലാവർക്കും ഈ 9 tails ഒരു ഭീഷണിയായി തുടങ്ങും. ആൻഡ് നരൂട്ടോ വേഴ്സസ് ഉറൂച്ചിമാറു എന്നുള്ള ഫൈറ്റ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇൻഫാക്ട് 5th tailഉം 6th tailഉം അപ്പിയർ ആവാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ അപ്പിയർ ആവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നരൂട്ടോക്ക് 9 tailsനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ യമാട്ടോ അവിടെ നരൂട്ടോയെ പഴയ ഫോമിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഇങ്ങനെ ഉറൂച്ചിമാറു നരൂട്ടോ എന്നുള്ള ഫൈറ്റ് ഏകദേശം കഴിയും. സ്റ്റിൽ നമുക്ക് ഉറൂച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ട് കാണിക്കും. ആൻഡ് ഈ ഹൈഡ് ഔട്ടിൽ ആരാ ഉണ്ടാവുക? ഒബ്വിയസ്ലി സാസ്കെ ഉണ്ടാവും. ആൻഡ് സാസ്കെ ഇവിടെ നിന്നുണ്ടെന്ന കാരണം അറിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും സാസ്കെ ആയിട്ട് എൻകൗണ്ടർ ചെയ്യും. ആൻഡ് സാസ്ക ഒറ്റക്ക് മൊത്തം ടീം 7 അടിച്ച് വിധമാക്കും. കാരണം സാസ്കയുടെ സ്കില്ലായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റുന്നുണ്ടാവില്ല. യമാട്ടോ ഒക്കെ ഒന്നും അല്ലാണ്ടായി പോവും. സായിയുടെ പറ്റി പറയണ്ട, പിന്നെ വേറൊരുത്തിയുള്ളതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അത് എന്നും അങ്ങനെ തന്നെ. ആൻഡ് ഇതിനുശേഷം സാസ്ക എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ജുറ്റ്സ് ചെയ്തിട്ട് ഓരോരുത്തരെയും ഇല്ലാതാക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കും. പക്ഷെ ഉറൂച്ചിമാറു ഒന്ന് തടുക്കും. ആൻഡ് ഉറൂച്ചിമാറു പറയും, നിന്റെ അടുത്തുള്ള ഈ ജുറ്റ്സു കഴിവുകളെല്ലാം ഈ കീടങ്ങളുടെ അടുത്ത് നീ യൂസ് ചെയ്യേണ്ട. നീ ആരുടെ അടുത്താണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കാറ്റ്സുക്കി മെമ്പേഴ്സിന്റെ അടുത്ത് നീ യൂസ് ചെയ്യണം, നിന്റെ ബ്രദറിന്റെ അടുത്ത് നീ യൂസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് സാസ്കെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാസ്കക്ക് ഒറ്റ മോട്ടീവേ ഉള്ളൂ, എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കണം, അവന്റെ ജ്യേഷ്ഠനായിട്ട് റിവെഞ്ച് എടുന്നുള്ള ഒറ്റ മോട്ടീവേ ഉള്ളൂ. അതിനുവേണ്ടി അവന്റെ സ്വന്തം ബോഡി തന്നെ ഉറൂച്ചിമാറുവിന് സമർപ്പിക്കാൻ അവൻ തയ്യാറാണ്. ആൻഡ് ഇങ്ങനെ പിന്നെയും സാസ്കെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നരൂട്ടോ ഇവിടെയും ഫെയിൽ ആവും. ആൻഡ് ഇതിനുശേഷം നരൂട്ടോന്റെ ഒരു ട്രെയിനിങ് ആർക്കാണ് തുടങ്ങുന്നത്. ആൻഡ് ഈ ട്രെയിനിങ് ആർക്കിൽ നരൂട്ടോ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യായിരിക്കും ബിക്കോസ് ഓഫ് സാസ്കെ. കാരണം സാസ്കെ ആയിട്ടുള്ള ഈ ഫൈറ്റിൽ നരൂട്ടോക്ക് മനസ്സിലായിട്ടുണ്ടാവും സാസ്കെ എത്രത്തോളം അഹെഡ് ആണ് അവന്റെ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നരൂട്ടോ പുതിയ പുതിയ ഫോംസ് പരീക്ഷിക്കും, പുതിയ പുതിയ ചക്രാസ് പരീക്ഷിക്കും, ചക്രാസ് പഠിക്കും, ചക്ര ഫോംസ്, ചക്രാസിന്റെ നേച്ചേഴ്സിനെ പറ്റിയിട്ട്. ആൻഡ് ഇങ്ങനെ നരൂട്ടോ പഠിക്കാൻ തുടങ്ങും. ആൻഡ് എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തരത്തിലുള്ള ജുറ്റ്സു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ജുറ്റ്സു ഷാരിംഗൺ ആ ജുറ്റ്സുന്റെ മുന്നിൽ ഒന്നും അല്ലാത്ത അതുപോലത്തെ ഒരു ജുറ്റ്സു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും
ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് ക്രിയേറ്റ് എന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. നരൂട്ടോ അവന്റെ ക്ലോൺസിനെ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത് പഠിച്ചെടുക്കുക. ആൻഡ് നരൂട്ടോ അവിടെ ട്രെയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും ലീഫ് വില്ലേജിൽ വേറൊരു വലിയ സംഭവം നടക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് വില്ലേജിലെ 2 ഷിനോബീസ് ആയിട്ട് അക്കാട്സുക്കി മെമ്പേഴ്സിലെ 2 മെമ്പേഴ്സ് ആയിട്ട് ഫൈറ്റ് നടക്കും. ആൻഡ് ലീഫ് വില്ലേജിലെ ഷിനോബീസ് ആയിട്ട് ഷിക്കുമാറും അവന്റെ മാസ്റ്ററും ആയിരിക്കും. ആൻഡ് ഇവരെ ഫൈറ്റ് ചെയ്യുന്ന എതിരാളി ജസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് സ്റ്റിൽ അക്കാട്സുക്കി മെമ്പർ എത്രത്തോളം സ്ട്രോങ്ങർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാസ്റ്റർ അവിടെ മരിക്കും. യെസ്, ഷിക്കുമാറുവിന്റെ മാസ്റ്റർ അവിടെ മരിക്കും. ആൻഡ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനായിരിക്കും ഇത്. കാരണം ഇയാൾ 3rd ഹൊക്കാഗയുടെ മോനായിരിക്കും, പ്ലസ് ഇയാൾ ഒരു അച്ഛനാവാൻ വേണ്ടി പോവായിരിക്കും. ആൻഡ് ഇയാൾ മരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഷിക്കുമാറു ഡിപ്രഷനിലോട്ട് പോയി തുടങ്ങും. ആൻഡ് അവന്റെ ഇതിന്റെ എല്ലാം റിവെഞ്ച് എടുക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. ആൻഡ് ഇങ്ങനെ 2 അക്കാട്സുക്കി മെമ്പേഴ്സിനെയും കൊല്ലാൻ വേണ്ടി ഇവർ പുറപ്പെടാൻ നിൽക്കുമ്പോഴായിരിക്കും ആ ടീമിലോട്ട് കക്കാഷി എൻ്റർ ആവുക. ആൻഡ് കക്കാഷി എൻ്റർ ആയതിനു ശേഷം ടീം 7ഉം ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. പക്ഷെ നരൂട്ടോന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നരൂട്ടോക്ക് 24 hours ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ പുതിയ ജുറ്റ്സു പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനി 24 hours ജുറ്റ്സു പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു ടീമിലായിരിക്കും. ആൻഡ് ഇതിനുശേഷം ടീം 10 വേഴ്സസ് ഈ 2 അക്കാട്സുക്കി മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് കാണിക്കും. ആൻഡ് ഇവരുടെ പേരായിരിക്കും ഹിഡാൻ ആൻഡ് കാക്കസു. ആൻഡ് ഫൈറ്റ് തുടങ്ങുന്ന ഒരുപാട് പ്ലാൻസ് വെച്ചിട്ടായിരിക്കും. ഒബ്വിയസ്ലി ഷിക്കുമാറു പ്ലാൻസ് വെച്ചിട്ട് ടാക്ടിക്കൽ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുക. ആൻഡ് ഈ ഒരു ഫൈറ്റിൽ കാകാസുവിന്റെ എന്താണ് ശരിക്കുള്ള പവർ ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഫൈറ്റ് തുടങ്ങും. പക്ഷെ പ്ലാൻസ് എല്ലാം പാളിപ്പോവും. ഇൻഫാക്ട് ഈ കക്കാസു എന്നുള്ള ആള് ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് ഫൈറ്റ് ചെയ്തുള്ള ആളായിരിക്കും. കാരണം ഹൊക്കാഗെ ആയിട്ട് ഫൈറ്റ് ചെയ്തെങ്കിലും ഭയങ്കര ഇഞ്ചോർഡ് ആയിണ്ടാവും. പക്ഷെ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല. ആ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവന്റെ മേത്ത് ഉണ്ടാവില്ല. എന്താണ് കാഗോസയുടെ അടുത്തുള്ളത് നല്ല കിടലനായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻഫാക്ട് അവന്റെ കൂടെയുള്ള ഹിഡാനില്ലേ, ഹിഡാൻ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അത്രയും ഫൈറ്റിൽ. അതെ, ഹിഡാൻ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. മൊത്തം ഫൈറ്റ് എടുക്കുന്നതും കക്കുസ ആയിരിക്കും. ആൻഡ് ഈ ഫൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരൂട്ടോ അവന്റെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് വരും. ആൻഡ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ 2 അക്കാട്സുക്കി മെമ്പേഴ്സിനെയും തോൽപ്പിക്കും. ഇതിൽ ഹിഡാന്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിഡാനെ 2 കഷ്ണാക്കി വെട്ടിവെച്ചിട്ടുണ്ടാവും. ആൻഡ് കക്കുസയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് റസൻ ഷൂരിംഗൻ എന്നുള്ള നരൂട്ടോന്റെ പുതിയ ജുറ്റ്സു നമുക്കിവിടെ കാണിക്കും. ആൻഡ് ഇതേ സമയത്ത് നമുക്ക് അപ്പുറത്ത് സാസ്കെ ഉറൂച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ടിൽ ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് കാണിക്കും. ഇൻഫാക്ട് ട്രെയിൻ ചെയ്ത് അവസാനം ഉറൂച്ചിമാറുവിനെ തന്നെ സാസ്കെ ബീറ്റ് ചെയ്യും. എങ്ങനെയാ ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിനാണ് ഉറൂച്ചിമാറു എങ്കിലും 3rd ഹൊക്കാഗെ ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം ഉറൂച്ചിമാറു ഭയങ്കര വീക്കറായി ഉണ്ടാവും. ഫസ്റ്റ് കൈകൾ അനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോയിട്ട് അവിടുന്ന് വീക്കറായി ഇപ്പൊ മൊത്തം മര്യാദക്ക് ഫൈറ്റിന്റെ ഇടയ്ക്ക് ബീറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. ആൻഡ് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ സാസ്കെ ഉറൂച്ചിമാറുവിനെ ഇവിടെ ബീറ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ലെജൻഡറി സാനിനായിട്ടുള്ള ഉറൂച്ചിമാറു ഇവിടെ ബീറ്റ് ചെയ്ത് തോറ്റു പോവാണ്. ആൻഡ് ഈ തോറ്റു പോയതിനു ശേഷം ഇവന്റെ ശിഷ്യനുണ്ട്, അതായത് ഉറൂച്ചിമാറുവിന്റെ ശിഷ്യനാണ് ഇവൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറൂച്ചിമാറുവിന്റെ സെൽസ് എടുത്തിട്ട് അവന്റെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യും. സാസ്കെ അവിടെ നിന്ന് പോയിണ്ടാവും. ആൻഡ് പക്ഷെ ഇവൻ അവന്റെ ബോഡിയിൽ തന്നെ ഈ ഉറൂച്ചിമാറുവിന്റെ ബാക്കി ഉണ്ടായിരുന്ന ബോഡി സെൽസ് എടുത്തിട്ട് അവന്റെ മേത്തമ്മ ഇംപ്ലാന്റ് ചെയ്യും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് സാസ്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് കാണിക്കും. സാസ്കെ പോകുന്നത് ഒരു ടീം ഫോം ചെയ്യാനാണ്. ആ ടീമിലെ മെമ്പേഴ്സ് ആരൊക്കെ ആവണമെന്ന് സാസ്കെക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അവരെ തേടിയിട്ടായിരിക്കും സാസ്കെ പോകുന്നുണ്ടാവുക. ആൻഡ് ഇങ്ങനെ ഇവരൊരു ടീം ഫോം ചെയ്യും. ആൻഡ് ഈ ടീം ഫോം ചെയ്യുന്നതിന് ഒബ്വിയസ്ലി ഇറ്റാച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടി. ആൻഡ് ഇതിനുശേഷം ലീഫ് വില്ലേജിൽ നിന്ന് ഒരുപാട് ടീമിനെ അക്കാട്സുക്കി മെമ്പേഴ്സിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് തീരുമാനം എടുത്ത് ഒരുപാട് ടീംസിനെ അയക്കും. ആൻഡ് ഇവരുടെ ഏറ്റവും വലിയ മോട്ടീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റാച്ചിയെ പിടിച്ചിട്ട് ലീഫ് വില്ലേജിലോട്ട് കൊണ്ടുവരിക. കാരണം ഇറ്റാച്ചിയെ പിടിച്ച് ലീഫ് വില്ലേജിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഉറൂച്ചിമാറു മരിച്ച കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ സാസ്കെ ഒരു പുതിയ ടീം ഉണ്ടാക്കിയിട്ട് ഇറ്റാച്ചിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തേടി അടക്കാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റാച്ചിയെ ലീഫ് വില്ലേജിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ടും സാസ്കെ ലീഫ് വില്ലേജിലോട്ട് വരും. അതായിരിക്കും ഇവരുടെ ഏറ്റവും വലിയ മോട്ടോ, സാസ്കെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത്. ആൻഡ് ഈ ജേണിയിലും ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഇൻഫാക്ട് ഒറൂച്ചിമാറുവിന്റെ ആ ശിഷ്യനല്ലേ കബൂട്ടോ, അവൻ നരൂട്ടോ ആയിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാവും. വേറൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ സാസ്കെ ഡെയ്ഡാറായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ ഫൈറ്റ് ഇവിടെ നടക്കുമ്പോൾ നരൂട്ടോന്റെ ടീം സാസ്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരിക്കും. ആൻഡ് നരൂട്ടോയുടെ ടീം സാസ്കയുടെ ലൊക്കേഷനിലോട്ട് എത്തുമ്പോഴേക്കും ആ ഫൈറ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഫൈറ്റ് അവസാനിക്കുന്നത് വലിയൊരു സ്ഫോടനത്തോടു കൂടെ ആയിരിക്കും. സെൽഫ് ഡിസ്ട്രക്ഷൻ എന്നായിരിക്കും അതിന്റെ പേര്. ആൻഡ് ഡെയ്ഡാര ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നരൂട്ടോ ടീം മൊത്തം സാസ്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിലും സാസ്കയുടെ ടീം മെമ്പേഴ്സിലെ ഒരാള് നരൂട്ടോന്റെ ടീമിൽ ഡീവേറ്റ് ചെയ്യും. ആൻഡ് ഡീവേറ്റ് ചെയ്തതിന് ശേഷം അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. രക്ഷപ്പെടുന്നല്ല, അവിടുന്ന് അവർ പോകും. ആൻഡ് അങ്ങനെ പിന്നെയും സാസ്ക നരൂട്ടോന്റെ കയ്യിൽ നിന്ന് 3ാമത്തെ പ്രാവശ്യവും കൈവിട്ടു പോകും. അതായത് നരൂട്ടോക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ഇവിടെ കട്ടിട്ട് നമുക്ക് ജിറായ ഈ അനിമയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൈഡ് ഔട്ടിനെ പറ്റിയിട്ട് അവന് മനസ്സിലാക്കിയ കാര്യം സുനാദയോട് പറയുന്നത് കാണിക്കും. ആൻഡ് ഈ 3 വില്ലേജും കൂടി ചേരുന്ന ഒരു റെയിൻ കൊണ്ട് ഹൈഡ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം, അതാണ് ഈ ഹൈഡ് ഔട്ട്. പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും പ്രസന്റിലാണെന്നുണ്ടെങ്കിലും ഈ സ്ഥലം ഒരു ബാറ്റിൽ ഗ്രൗണ്ട് പോലെയാണ് കാണപ്പെട്ടത്. ആൻഡ് ഈ സ്ഥലത്തെ പറ്റി കേട്ടപ്പോ സുനാദെ പറയും ഇങ്ങോട്ട് ടീമിനെ അയക്കേണ്ടെന്ന് പറയും. പക്ഷെ ജിറായ പറയും എത്രത്തോളം ആളുകൾ കുറവാണ് പോകുന്നത് അത്രത്തോളം നന്നായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജിറായ ആ വില്ലേജിലോട്ട് ഒറ്റക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കും. കാരണം
ആർക്കും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വലിയൊരു ഡേഞ്ചർ ആണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിറായക്ക് ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല, ഒറ്റക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ജിറായ ഒറ്റക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കും. ആൻഡ് ജിറായക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് എത്ര വലിയ ഹൈഡ് ഔട്ട് ആണെന്നുണ്ടെങ്കിലും അവിടെ എത്ര വലിയ എനിമി ആണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോവാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ജിറായ ഒറ്റക്ക് പോകും. പക്ഷെ തെരഞ്ഞു പോകുന്നത് അക്കാട്സുക്കി മെമ്പേഴ്സിനെയാണ്. ആൻഡ് അക്കാട്സുക്കി മെമ്പേഴ്സിന്റെ ലീഡർ എത്രത്തോളം പവർഫുൾ ആണെന്ന് സുനാദയ്ക്ക് അറിയാം. സുനാദ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. ആൻഡ് ഇതിനുശേഷം ജിറായ ആ ഹൈഡ് ഔട്ടിലോട്ട് എത്തും. ആൻഡ് ഹൈഡ് ഔട്ടിലോട്ട് എത്തിയിട്ട് അക്കാട്സുക്കി മെമ്പേഴ്സിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അക്കാട്സുക്കി മെമ്പേഴ്സിന്റെ ലീഡർ ആരാണെന്നുള്ള കാര്യം ജിറായക്ക് മനസ്സിലാവുക. ജിറായുടെ ഒരു പഴയ സ്റ്റുഡന്റ് ആയിരുന്നു. ആൻഡ് ഷോക്കിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡന്റ് മുന്നേ മരിച്ചു പോയിട്ടുണ്ടെന്നാണ് ജിറായ വിചാരിച്ചിരുന്നത്. ജിറായയും ഈ പെയിൻ, ഈ ക്യാരക്ടറിന്റെ പേരായിരിക്കും പെയിൻ ആയിട്ടുള്ള ഒരു ഫൈറ്റ് എല്ലാം നടക്കും. ആൻഡ് ആ ഫൈറ്റിന്റെ ഇടയിലായിരിക്കും ജിറായക്ക് മനസ്സിലാവുക ഈ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളായിരിക്കത്തില്ല, ഡിഫറെന്റ് പവേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പെയിൻ. ആൻഡ് ജിറായ ഈ ഫൈറ്റിൽ നന്നായിട്ട് കട്ടക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനം ജിറായ ഇവരെല്ലാവരും കൂടി കൊല്ലും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഒരു സ്റ്റുഡന്റ് തന്നെയാണ് അവന്റെ മാസ്റ്റർ എന്നെ കൊന്നെന്ന്. ബിക്കോസ് ഓഫ് പെയിന്റെ പാസ്റ്റ് അങ്ങനെ ആയിരിക്കും. പെയിന് ഭയങ്കര ട്രാജിക് ആയിട്ടൊരു പാസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഈ ഫൈറ്റിന്റെ ഇടയിൽ ജിറായ മൊത്തം ഈ ടീമിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. ഈ ടീമിന്റെ വീക്ക്നെസ് എന്താണ്, ഈ ടീം എങ്ങനെയാണ് ഫോം ചെയ്തത്, ഈ ടീമിലുള്ളവരുടെ പവേഴ്സ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് ആ വില്ലേജിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരു പോണിഗ്ലിഫ് പോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഇത് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്നുള്ള രീതി. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഇതിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള ഒരു വേറൊരു ഫൈറ്റ് കാണിക്കും. ഫൈറ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റാഷി വേഴ്സസ് സാസ്കെ എന്നുള്ള ഫൈറ്റ് നമുക്ക് കാണിക്കും. ആൻഡ് ഈ ഫൈറ്റിൽ ആദ്യമൊക്കെ സാസ്കെ കുറച്ചിങ്ങനെ മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇറ്റാച്ചിക്ക് കാര്യം മനസ്സിലാവും. സാസ്കെ എത്രത്തോളം പവർഫുൾ ആയിരുന്നുള്ള കാര്യം ഇപ്പൊ ഇറ്റാച്ചിക്ക് മനസ്സിലാവും. ഇൻഫാക്ട് ലാസ്റ്റ് നാരുട്ടോ ടീമിനെ എതിർത്ത് വേണ്ടി ചെയ്യാൻ വെച്ചിരുന്ന ആ ജുറ്റ്സു ഒറോച്ചിമാർ വന്ന് തടുത്ത ആ ജുറ്റ്സു ഇറ്റാച്ചിയുടെ അടുത്ത് സാസ്കെ ചെയ്യും. ആൻഡ് ഇൻഫാക്ട് ആ ജുറ്റ്സു കൊണ്ടെങ്കിൽ പോലും ഇറ്റാച്ചി രണ്ട് കാലിനെ നിൽക്കും, ഒന്ന് തളരാണ്ട് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കും. ആൻഡ് ഒറോച്ചിമാർ സാസ്കയുടെ കഴുത്തിൽ കൊടുത്തേക്കുന്ന ആ കേഴ്സ് മാർക്കില്ലേ, ആ കേഴ്സ് മാർക്ക് ഇറ്റാച്ചി ഇല്ലാണ്ടാക്കി കളയും. പക്ഷെ ഇറ്റാച്ചി അവസാനം മരിക്കും. ആൻഡ് ഇതിനുശേഷം ഇങ്ങനെ പോകെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കി തരും. പെയിൻ ആയിരിക്കത്തില്ല അക്കാട്സുക്കിയുടെ ലീഡർ, അത് ടോബി എന്ന് പറയുന്ന ഒരാളായിരിക്കും. എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പെയിൻ ആണ് ലീഡർ, പക്ഷെ പെയിന് പോലും ടോബിയുടെ ഓർഡേഴ്സ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റാച്ചി ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം സാസ്ക ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹൈഡ് ഔട്ടിലോട്ട് കൊണ്ടുവരും സാസ്കയെ ടോബി. ആൻഡ് ഇവിടെ വെച്ചിട്ട് ടോബി റിവീൽ ചെയ്യും എന്തിനാണ് ഇറ്റാച്ചി ഇതെല്ലാം ചെയ്തതെന്ന്. ഇൻഫാക്ട് ലീഫ് വില്ലേജിന് വേണ്ടിയിട്ടും സാസ്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറ്റാച്ചി ഇതെല്ലാം ചെയ്യുന്നുള്ള കാര്യം ടോബി റിവീൽ ചെയ്യും. പക്ഷെ സാസ്ക ഒന്നും വിശ്വസിക്കില്ല. കാരണം സാസ്ക നേരിട്ട് കണ്ടതാണ് ഇറ്റാച്ചി മൊത്തം ക്ലാനെയും അവന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും വൈപ്പ് ഔട്ട് ചെയ്യുന്നത് സാസ്ക നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സാസ്ക ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷെ ടോബി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും ഇറ്റാച്ചിയുടെ സ്വന്തം ക്ലാൻ, അതായത് സാസ്കയുടെ സ്വന്തം ക്ലാന് തന്നെ ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമായിരിക്കും. ആൻഡ് ഇവിടെ ഇറ്റാച്ചി ഒരു ഡബിൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഉച്ചിയക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലീഫ് വില്ലേജിന് വേണ്ടിയിട്ടും. പക്ഷെ അവന് ഇപ്പൊ രണ്ടിലും ഒന്ന് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം വരുമ്പോൾ അവൻ ലീഫ് വില്ലേജിലുള്ള ആൾക്കാരെ രക്ഷിക്കണം എന്ന് ചൂസ് ചെയ്യും. പക്ഷെ ഒറ്റ കണ്ടീഷനെ വെക്കത്തുള്ളൂ, അവന്റെ ബ്രദറിനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ലീഫ് വില്ലേജിന് വേണ്ടിയിട്ട് ഉച്ചിയ ക്ലാനിനെ മൊത്തം ഇറ്റാച്ചിയും അതുപോലെ തന്നെ ടോബിയും ചേർന്നിട്ട് വൈപ്പ് ഔട്ട് ചെയ്യും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് സാസ്ക ആകെ ഇല്ലാണ്ടായി പോകും. കാരണം സാസ്ക തന്നെ ഇപ്പൊ ഇറ്റാച്ചിയെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ സാസ്ക ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകും. ഇത്രയും നാളെ ഇറ്റാച്ചി അവനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു, അത് മനസ്സിലാക്കാണ്ട് അവൻ ഇപ്പൊ ഇറ്റാച്ചിയെ കൊന്നതിലും തന്നെ അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ആൻഡ് ഈ ഡിപ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ടോബി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടോബി നേരെ സാസ്കയെ അക്കാട്സുക്കി മെമ്പർ ആക്കി മാറ്റും. അതെ, സാസ്കയും അക്കാട്സുക്കി മെമ്പർ ആയിട്ട് ജോയിൻ ആവും. ആൻഡ് സാസ്ക അക്കാട്സുക്കി മെമ്പർ ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അവന് കിട്ടുന്ന ഒരു മിഷൻ ആയിരിക്കും 8 ടൈൽസിനെ പിടിച്ചോണ്ട് വരിക. ആൻഡ് ഈ 8 ടൈൽസ് 1 ടൈൽസിനെ പിടിക്കാൻ തന്നെ മുക്കിയിട്ടുണ്ട്. അപ്പൊ 8 ടൈൽസിന്റെ കാര്യം പറയണോ, 8 ടൈൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മരിച്ചിട്ടായിരിക്കും അവർ പിടിച്ചോണ്ട് വരിക. ആൻഡ് ഇൻഫാക്ട് അവസാനം തോൽപ്പിച്ചെന്നെല്ലാം വിചാരിച്ചിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ റിവീൽ ആവുക അവര് തോൽപ്പിച്ചത് ഒറിജിനൽ ആയിട്ടുള്ള 8 ടൈൽസിനെ ആയിരിക്കത്തില്ല. 8 ടൈൽസ് മടുത്തിട്ട് നിർത്തിയിട്ടുണ്ടാവും. ആൻഡ് ഒരു ഫേക്ക് ആയിട്ടുള്ള 8 ടൈൽസിനെ ആയിരിക്കും അവർ തോൽപ്പിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇതിനുശേഷം സാസ്കെ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകും. കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവന്റെ ബ്രദറിനെ തന്നെ കൊന്നു കളഞ്ഞു. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് വില്ലേജ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ആൻഡ് ഇനി ഇപ്പുറത്ത് നാരുട്ടോയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ സാസ്കെ പോയ കാരണം കൊണ്ട് തന്നെ നാരുട്ടോയും ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. പിന്നെ ജിറായ മരിച്ചു എന്നുള്ള കാര്യം നാരുട്ടോ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും വലിയൊരു പവർ മോഡ് ഉണ്ടാവും. നാരുട്ടോ സേജ് മോഡ് യൂസ് ചെയ്യാൻ പഠിക്കും, ജിറായ യൂസ് ചെയ്ത അതേ സേജ് മോഡ്. ആൻഡ് ഇവിടെ സാസ്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാസ്കെ ഇറ്റാച്ചിയുടെ കണ്ണ് അവന്റെ മേത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം മാഗിക്കോ ഷെറിംഗൺ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാഗിക്കോ ഷെറിംഗൺ സ്വന്തം കണ്ണ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് അത് ഫ്യൂച്ചറിൽ കണ്ണ് ഇല്ലാത്ത കാഴ്ചശക്തി തന്നെ
ഇല്ലാണ്ടാക്കി കളയും. പക്ഷെ നിങ്ങളുടെ റിലേഷനിൽ ആരെങ്കിലും കണ്ണ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിയുടെ കണ്ണ് സാസ്കെ അവന്റെ നേരത്തെ ഇംപ്ലാന്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഇതെല്ലാം അവിടെ നടക്കുമ്പോഴായിരിക്കും ലീഫ് വില്ലേജിൽ പെയിൻ അറ്റാക്ക് ചെയ്യുക. പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മാത്രമായിരിക്കത്തില്ല, മൊത്തം പെയിൻ മെമ്പേഴ്സ് എല്ലാവരും അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്കിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. ഇൻഫാക്ട് നാരൂട്ടോ സേജ് മോഡ് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഫൈറ്റ് ഭയങ്കര വൺ സൈഡ് ആയി പോവായിരുന്നു. പക്ഷേ ഇവിടെ നാരൂട്ടോ വൺ സൈഡ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. ആൻഡ് 9 ടൈൽസും പുറത്തോട്ട് ഒരു അൺകൺട്രോളബിൾ ആയിട്ട് 1 2 3 4 5 ടൈൽസും അങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ഇവിടെ ഫൈറ്റ് ഭയങ്കരമായിട്ടുണ്ടാവും. പെയിൻ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഡിസ്ട്രക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഇവിടെ ഉണ്ടാവും. വൺ ഓഫ് ദ ഫേവറേറ്റ് ഫൈറ്റ് ആണ് നാരൂട്ടോ അനിമൽ എന്റെ. കാരണം ഈ ഫൈറ്റിൽ നോ ഇമോഷൻ, ഓൺലി ഡിസ്ട്രക്ഷൻ, അങ്ങനെ ഒരു ഫൈറ്റ് ആണിത്. ആൻഡ് ഇതിനുശേഷം ഒരു മീറ്റിംഗ് കാണിക്കും. ഈ മീറ്റിംഗിൽ എല്ലാ വില്ലേജസിലും ലീഡേഴ്സ് വന്നിട്ടുണ്ടാവും. ആ വില്ലേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെ അവിടെ ഇംപ്രൂവ് ചെയ്യുക, എങ്ങനെ എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ആ ഒരു മീറ്റിംഗിൽ പറയുന്നുണ്ടാവുക. ബട്ട് ഇവർ ഈ പറയുന്നത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം അവിടെ നടക്കും. ആദ്യമായിട്ടുണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാസ്കയുടെ അറ്റാക്ക് ആയിരിക്കും. സാസ്കെ ഇവിടെ അറ്റാക്ക് ചെയ്യും. ആൻഡ് സാസ്കെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും. അയാളുടെ പേരായിരിക്കും ഡാൻസോ. ആൻഡ് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും സാസ്കെ അറ്റാക്ക് ചെയ്തത്. ആൻഡ് ഇയാളെ കൊല്ലും ചെയ്യും സാസ്കെ. കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യെങ്കിലും അവസാനം ഇയാളെ കൊല്ലും. ആൻഡ് രണ്ടാമത്തെ കാര്യം നടക്കാൻ പോകുന്നത് നിഞ്ച വാർ ആണ്. ആ നിഞ്ച വാറിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ടോബി മീറ്റിംഗിൽ വന്നിട്ട് എല്ലാവരുടെ അടുത്തും പറയും ഇനി നിഞ്ച വാറാണ്. ആ നിഞ്ച വാറിൽ എല്ലാ വില്ലേജസിലും ഒരുമിച്ച് എന്റെ പിള്ളേര് അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം ടോബിയോടെ ഡിക്ലെയർ ചെയ്യും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ടോബി ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ടോബി പറയുന്ന കാര്യങ്ങൾ ആദ്യമൊന്നും ബാക്കിയുള്ള ലീഡേഴ്സ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും ടോബി സ്വന്തം മാതൃ ഉച്ചയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ടോബി പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ലീഡേഴ്സിന് സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വന്നു. എന്റെ അക്കാറ്റ്സുക്കി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈൽസിനെയും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. 2 ടൈൽസ് ഒഴിച്ചിട്ട് 8 and 9 ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇതിൽ നടക്കാൻ പോകുന്ന ഈ നിഞ്ച വാറാണ് ഇതിലെ ഫൈനൽ വാർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റിവീൽ ആവും. ലൈക്ക് നമുക്ക് ആരാണ് നാരൂട്ടോയുടെ മോം ഡാഡ് ആരാണെന്ന് നമുക്കിവിടെ കാണിക്കും. ആൻഡ് അവരെങ്ങനെയാണ് മരിച്ചെന്നുള്ള കാര്യം നമുക്കിവിടെ കാണിക്കും. ആൻഡ് എങ്ങനെയാണ് നാരൂട്ടോന്റെ ഉള്ളിൽ 9 ടൈൽസ് വന്നതെന്നുള്ള കാര്യം നമുക്കിവിടെ കാണിക്കും. പെയിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കും. ജിറായും പെയിൻ എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ള കാര്യം നമുക്ക് കാണിക്കും. ആൻഡ് ഇതിനുശേഷം നിഞ്ചാവാർ അടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നാരൂട്ടോയും ഭയങ്കരമായിട്ട് ട്രെയിനിങ്ങിൽ ഇൻവോൾവ് ആവും. ആക്ച്വലി നാരൂട്ടോയെ ട്രെയിനിങ് എന്നുള്ള പേരിൽ ഒരുപാട് ദൂരം കൊണ്ടുപോയിണ്ടാകും. കാരണം ഇവിടെ ടോബി സ്വയം മാതൃ ഉച്ചയാണെന്ന് പറഞ്ഞിട്ട് നാരൂട്ടോയെ ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. നാരൂട്ടോയും അതുപോലെ തന്നെ 8 ടൈൽസും ഉണ്ട്. അവർ രണ്ടുപേരെയും ക്യാപ്ചർ ചെയ്യാൻ പാടില്ലെന്നുള്ള കാര്യം വിളിച്ചിട്ടാണ് നാരൂട്ടോ ഒരുപാട് ദൂരം കൊണ്ടുപോയി മാറ്റി നിർത്തുന്നത്. 8 ടൈൽസ് അടങ്ങിയിരിക്കുന്നത് കില്ലർ ബിയുടെ മേത്തായിരിക്കും. ആൻഡ് ഇവർ രണ്ടുപേരെയും ദൂരം തൊട്ട് മാറ്റിയിട്ടുണ്ടാവും. ബട്ട് കില്ലർ ബി നാരൂട്ടോയെ പോലെ ആയിരിക്കത്തില്ല. കില്ലർ ബിക്ക് 8 ടൈൽസിനെ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം. നാരൂട്ടോക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നാരൂട്ടോ അവന്റെ 9 ടൈൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. ആൻഡ് ഈ ട്രെയിനിങ്ങിന്റെ ടൈമിൽ തന്നെ വാർ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ആൻഡ് ഈ വാർ സ്റ്റാർട്ട് ആയ കാര്യം കില്ലർ ബിയും നാരൂട്ടോയും അറിയും. ആൻഡ് അറിഞ്ഞ ഉടനെ തന്നെ അവർ രണ്ടുപേരും ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. ആൻഡ് ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ അപ്പം തന്നെ തയ്യാറെടുത്ത് അവിടെ നിന്നോട്ട് തിരിയും. കാരണം എല്ലാ ഷിനോബീസും ചേർന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് കൂട്ടിയിട്ട് ടോബിയുടെ മാൻ പവറിന്റെ മുന്നിൽ ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആൻഡ് വൺ മോർ തിങ്, ടോബി മാതൃ ഉച്ചയാണെന്നല്ലേ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അല്ല, ടോബി അല്ല മാതൃ ഉച്ചിയ വേറൊരാളാണ്. അയാൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ബാറ്റിൽ ഫീൽഡിൽ റീഇൻകാർണേഷൻ വഴി അയാൾ വീണ്ടും വരും. ആൻഡ് ഈ കാര്യം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഫൈറ്റിൽ നടക്കും. ലൈക്ക് നാരൂട്ടോന്റെ ഒരുപാട് പവർ അപ്സ് നമുക്ക് ഈ ഫൈറ്റിൽ കാണിക്കും. അതുപോലെ തന്നെ ഈ ടോബി ആരാണ് ശരിക്കും റിയാലിറ്റിയിൽ, ഇവന്റെ പാസ്റ്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് കാണിക്കും. ആൻഡ് ഇവൻ എങ്ങനെയാണ് കക്കാശിയായിട്ട് കണക്റ്റഡ് എന്നും കാണിക്കും. ഇതിനുശേഷം മാതൃ ഉച്ചിഹ വേഴ്സസ് എവരി വൺ എന്നുള്ള ഫൈറ്റ് കാണിക്കും. ഇതോടെ കൂടെ തന്നെ മാതൃ ഉച്ചിയ ആരാണ്, മാതൃ ഉച്ചിയുടെ പാസ്റ്റ് എന്താണ്, മാതൃ ഉച്ചിയ എങ്ങനെയാണ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളത്, ഇതത് ലീഫ് വില്ലേജ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്, ഹർഷരാമാസായിട്ട് എങ്ങനെയാണ് മാതൃ ഉച്ചിയെ കണക്റ്റഡ് ആയിട്ട് എല്ലാം നമുക്ക് ഈ ഫൈറ്റിൽ കാണിക്കും. ഈ ഹർഷരാമാസയാണ് ഫസ്റ്റ് ഒക്കാകെ ലീഫ് വില്ലേജിന്റെ. ആൻഡ് ഇതിനുശേഷം ചക്രയുടെ ഉത്ഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കും. ആൻഡ് ചക്ര എങ്ങനെയാണ് മനുഷ്യന്മാരിൽ ഉത്ഭവപ്പെട്ടതുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവില്ല. പോയിരുന്ന അനിമേ കാണും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല നാരൂട്ടോ എന്താണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനിമേ കാണും. അപ്പൊ നിങ്ങൾക്ക് ഈ ഫൈറ്റൊക്കെ നല്ല കിടലനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും. അവസാനം നമുക്ക് വീണ്ടും സാസ്കെ വേഴ്സസ് നാരൂട്ടോ എന്നുള്ള ഫൈറ്റും കാണിക്കും. ഈ ഫൈറ്റ് വൺ ഓഫ് ദ ടോപ്പ് 10 ഫൈറ്റ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള ഒരു ഫൈറ്റ് ആണ് ഈ ഫൈറ്റ്. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്. ആൻഡ് ഈ ഫൈറ്റിൽ ഇവരുടെ രണ്ടുപേരുടെയും പവർ അപ്സ് നമുക്ക് കാണിക്കും. ഇവർ രണ്ടുപേരും എത്രത്തോളം പവർഫുൾ ആണ്, ഇവർ രണ്ടുപേരും ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കും. ആൻഡ് ഇൻഫാക്ട് എല്ലാ പ്രാവശ്യവും സാസ്കെ ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്രാവശ്യം നാരൂട്ടോ ഈ ഫൈറ്റിൽ ജയിക്കും. അങ്ങനെ ഈ അനിമ ഇവിടെ അവസാനിക്കും. ഇതൊരു റീക്യാപ്പ് പോലെ കണ്ടാൽ മതി. ഇത് കംപ്ലീറ്റ് സ്റ്റോറി അല്ല. ഇത് കംപ്ലീറ്റ് സ്റ്റോറി ആയിട്ട് ആർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല 20-23 മിനിറ്റിലൊന്നും. സോ നിങ്ങൾ അനിമ കാണാണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കഥ മനസ്സിലാവുന്ന മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റന്റെ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നാരൂട്ടോ ഒഫൻഡായ നാരൂട്ടോ ഫാൻസിനെല്ലാം താഴെ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. എല്ലാം സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.